അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തലിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് നോട്ടീസ് നൽകി. 104 ഇന്ത്യക്കാരെ തിരിച്ചയച്ച വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. മനുഷ്യത്വരഹിതമായ നാടുകടത്തലാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് ആരോപിച്ചു. വിശദാംശങ്ങൾ അർജുൻ പീതാംബരൻ നൽകും. അർജുൻ, ഗുഡ് മോർണിംഗ്. സഭ നിർത്തിവെച്ച് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. ഈ 104 ഇന്ത്യക്കാരെ മനുഷ്യത്വരഹിതമായി തന്നെ തിരിച്ചയച്ചതിനെ പറ്റി വിശദാംശങ്ങൾ എന്താണ്? മൂർത്തി, ഇവർ ഈ തിരിച്ചെത്തിയതിന് ശേഷം നിലവിൽ ഇവരുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാർലമെന്റിലടക്കം ഈ മനുഷ്യത്വരഹിതമായി ഇവരെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു അടിയന്തരമായി ചർച്ച വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നതും സഭാ നടപടികൾ നിർത്തിവെച്ച് തന്നെ ഒരു ചർച്ച വേണമെന്നുള്ള കാര്യമാണ് നിലവിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാണിക്യം ടാഗോറും അതുപോലെ ഗൗരവ് ഗൊഗോയുമാണ് നിലവിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് 104 പേരെയാണ്. ഇതുപോലെ തന്നെ ഏകദേശം 18,000 പേരുടെ ലിസ്റ്റുകളാണ് അമേരിക്ക തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിൽ 3000-ഓളമോ അല്ലെങ്കിൽ 4,000 പേരുമേ ഉടൻ തന്നെ എത്തും. അതായത് ഇനിയും ഈ വിമാനങ്ങൾ, സൈനിക വിമാനങ്ങൾ ഇന്ത്യക്കാരെയും കൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ അമേരിക്കൻ ഭരണകൂടവും. അത് കൃത്യമായി, അതായത് ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള നാടുകടത്തൽ തടയാൻ വേണ്ടിയിട്ടും ഒപ്പം വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അപമാനമുണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നയതന്ത്ര തലത്തിൽ അതിലൊരു ചർച്ച വേണം. വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ സർക്കാരും അതിൽ വ്യക്തമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും ഒരു ചർച്ച വേണമെന്നുള്ള കാര്യം നിലവിൽ ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നു. ചർച്ച നിർത്തി തന്നെ, അതായത് ഈ സഭാ നടപടികൾ നിർത്തി തന്നെ ഒരു ചർച്ച വേണമെന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി അർജുൻ.